എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് ആയിരിക്കും കാണിക്കുക. ഫ്ലാഷ് ബാക്കിൽ ആ ഒറോച്ചി അവനങ്ങനെ സന്തോഷത്തിൽ തുള്ളിച്ചാടും. കാരണം നെക്സ്റ്റ് ഡേ ഫയർ ഫെസ്റ്റിവലാണ്. ലൂഫിയുടെയും കിന്നിൻ്റെയും ടീമിൻ്റെയും എല്ലാം പ്ലാനുകൾ അത് വൺ ബൈ വൺ ആയിട്ട് ഒറോച്ചി തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഏതോ ഒരു സ്പൈ അവൻ നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ നടന്ന് എല്ലാ കാര്യങ്ങളും അവന് ചോർത്തി കൊടുത്തിരിക്കുകയാണ്. ഇൻഫർമേഷൻസ് എല്ലാം അറിഞ്ഞ് ഹാപ്പിയായി ഒറോച്ചി ആണെങ്കിൽ ഇപ്പോൾ 1000 സണ്ണി കപ്പലുള്ള ഭാഗത്തേക്ക് അവൻ്റെ അസിസ്റ്റൻസുമായിട്ട് വരും. അവൻ ഒരു സെക്കൻഡ് ആ ഓടനെ കുറിച്ച് ആലോചിക്കും. ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവൻ ഓടനെ ഇല്ലാതാക്കിയത്. സോ ഒരു കാരണവശാലും വാനോ കിങ്ഡം അതെന്നെ കൈവിട്ട് പോകാനായിട്ട് പാടില്ല. അങ്ങനെ ഉണ്ടാവാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. അതിനാദ്യം ഈ 1000 സണ്ണി കപ്പല് അത് ഞാൻ തകർക്കുമെന്ന് പറഞ്ഞ് അവൻ്റെ അസിസ്റ്റൻസിനോട് ആ കപ്പൽ ഇല്ലാതാക്കാനായിട്ട് പറയും. അവർക്കാണെങ്കിൽ ഭയങ്കര വിഷമം. കാരണം ആ ഒരു കപ്പല് വളരെ ഫ്രഷ് ലുക്കിലാണ്. സോ അവർ മടിച്ചു നിൽക്കുന്നത് കണ്ട് റോച്ചി അവരെ ഭീഷണിപ്പെടുത്തും. മര്യാദയ്ക്ക് അത് തകർത്ത് കള, ഇല്ലെങ്കിൽ പണിഷ്മെന്റ് അത് നിങ്ങൾക്കായിരിക്കും. വേറെ വഴിയില്ലാതെ ബോംബ് വെച്ച് നിഷ്കരണം ആ കപ്പൽ തകർക്കുകയാണ്. അതിനുശേഷം ഉറോച്ചിയാണെങ്കിൽ കിബിക്കും ഉഡോണും ഇടയിലുള്ള ഒരു ബ്രിഡ്ജ്, പിന്നീട് ഉഡോണെ കണക്ട് ചെയ്യുന്ന ഓരോരോ ബ്രിഡ്ജസ് ആയിട്ട് അവൻ അങ്ങനെ ബോംബ് വെച്ച് തകർക്കുകയാണ്. കാരണം ആ ഒരു ബ്രിഡ്ജുകളിലൂടെയാണ് ഉഡോണിലേക്ക് വരാൻ നമ്മുടെ ആൾക്കാർക്ക് കഴിയൂ. ബോട്ടിലേക്ക് വരാനുള്ള എല്ലാ ബ്രിഡ്ജസും ഇപ്പോൾ ഒറോച്ചി ഇല്ലാതാക്കിയിരിക്കുകയാണ്. സോ നമ്മുടെ ആൾക്കാർ അവർ പല ഭാഗത്തു നിന്നായിട്ട് ആ പോർട്ടിലേക്ക് എത്താൻ ശ്രമിക്കും. പാലം അത് ഓൾറെഡി തകർന്നു പോയതുകൊണ്ട് തന്നെ അവർക്ക് ക്രോസ് ചെയ്യാനായിട്ട് കഴിയില്ല. ഒറോച്ചി ആണെങ്കിൽ അതിനുശേഷം ഫ്രാങ്കി ഉസോപ്പും റെഡിയാക്കി വെച്ചിരുന്ന ആ കപ്പലുകൾ അതില്ലാതാക്കും. ഒറോച്ചി ആണെങ്കിൽ ദേഷ്യത്തിൽ പല്ല് കടിക്കും. ആ അക്കസായി മെമ്പേഴ്സ് അവർ തിരികെ വന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് കരുതിയോ? ആ ചിരിക്കുട്ടൻ അവൻ നൈസായി എന്നെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ ഞാനും എൻ്റെ ആൾക്കാരും വിഡ്ഢികളല്ല. ഞങ്ങളുടെ കഴിവും പവറും എന്താണെന്ന് തീർച്ചയായിട്ടും ഇവരെല്ലാവരും അറിയും. ആ അക്കസായി മെമ്പേഴ്സിനെ അവരെ ഒന്നൊന്നായി ഞാൻ ഇല്ലാതാക്കും. ഉച്ചയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം ടക്കഗായി പോർട്ടിലേക്ക് എത്താനുള്ള വഴികളെല്ലാം തന്നെ അവൻ തകർത്ത് കളഞ്ഞു. അതിനുശേഷം അവൻ ആ ബ്ലൂ പ്രിന്റ് കീറിക്കളഞ്ഞ് തുള്ളിച്ചാടും. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. ഒറോച്ചി ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാർക്ക് പോകാനായിട്ട് ഇപ്പൊ സാധിക്കുന്നില്ല. വിൻഡോസ്കിയും ഉണ്ടപ്പെണ്ണും ഇപ്പോ കിന്നിനോട് റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് നമുക്ക് ഇത്തവണ ഈ ഒരു ശ്രമം അത് ഉപേക്ഷിക്കാം. നമ്മൾ ഇത്രയും പേര് ചേർന്ന് അത്രയും വലിയ ശക്തികളെ ഇല്ലാതാക്കാൻ കഴിയില്ല. അതിന് കിൻ ദേഷ്യപ്പെട്ടു പറയും, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അത് നമ്മൾ വേസ്റ്റ് ചെയ്ത് കളഞ്ഞ വീണ്ടും ഒരു വർഷം നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും. മാത്രമല്ല അതിനിടയിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം വില്ലന്മാർ മനസ്സിലാക്കി നമ്മളെ ഇല്ലാതാക്കും. സോ ഡു ഓർ ഡൈ, നമ്മളിപ്പോൾ പ്രവർത്തിച്ചേ പറ്റൂ. നമ്മുടെ മുൻപിൽ മറ്റു വഴിയില്ല എന്ന് പറയും. അത് കേട്ട് എല്ലാവരും തല താഴ്ത്തി നിൽക്കും. മൊമൻഡോസ്കിയോട് കിന്നാണെങ്കിൽ അവന്റെ ചേച്ചിയോടൊപ്പം സേഫ് ആയിട്ടൊരു ഭാഗത്തിരിക്കാനായിട്ട് പറയും. അതിനുശേഷം അവർ ആ തോണിയിൽ കയറി അവിടുന്ന് കടന്നു പോകാനായിട്ട് ശ്രമിക്കുകയാണ്. മൊമൻഡോസ്കി ഉച്ചത്തിൽ വിളിച്ചങ്ങനെ കരയും, ദയവ് ചെയ്ത് എന്നെ ഉപേക്ഷിച്ച് പോവരുത്, ഞാനും നിങ്ങളോടൊപ്പം വരും. അവരാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങനെ കടന്നു പോവാണ്. എന്ത് വില കൊടുത്തും ഓടന്റെ ആഗ്രഹം അത് നിറവേറ്റിയേ പറ്റൂ. അവൻ ആഗ്രഹിച്ചത് ഈ ഒരു വാനോ കിങ്ഡം അത് ഒരു ഓപ്പൺ പോർട്ടാക്കി മാറ്റണമെന്നാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ഓടൻ അവൻ 46 വർഷത്തിന് ശേഷം വീണ്ടും അവന്റെ ഐലാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓടനെ കണ്ട് അവിടെയുള്ള ജനങ്ങളെല്ലാവരും ഷോക്കായി അവനെ തന്നെ നോക്കുകയാണ്. ഓടനാണെങ്കിൽ അല്പസമയം ആ ജനങ്ങളെ നോക്കും. അതിനുശേഷം ഉഷാറായിട്ട് അങ്ങനെ ഓടും. വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിരികെ എൻ്റെ ഐലാൻഡിലെത്തി. ഈ റെസ്ട്രിക്ഷൻസ് അത് മുഴുവൻ ഞാൻ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് അവൻ ക്ലിഫിന്റെ മുകളിൽ നിന്ന് താഴേക്ക് അങ്ങനെ എടുത്ത് ചാടുകയാണ്. ജനങ്ങളാണെങ്കിൽ അത്ഭുതത്തോടു കൂടെ അത് നോക്കി നിൽക്കും. ഓടൻ ആ കടലിലേക്ക് അങ്ങനെ വന്ന് പതിക്കും. അവന്റെ ലക്ഷ്യം ഈ റെസ്ട്രിക്ഷൻസ് അതെല്ലാം തന്നെ ഇല്ലാതാക്കി ആ ഐലാൻഡിന് ഒരു പുതിയ ഫേസ് കൊണ്ടുവരിക എന്നതാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത മറ്റൊരു ഭാഗത്തൊരു ലേഡി, അവളാണെങ്കിൽ മഞ്ഞൊക്കെ മൂടിയ വലിയ വലിയ മൗണ്ടൈൻ്റെ ഇടയിൽ നിന്ന് ഒരു വെള്ളപ്പന്നിയെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അവൾക്കാണെങ്കിൽ അതിന് ഭയങ്കരമായിട്ട് ഇഷ്ടാവും. സത്യത്തിൽ ഇത്തരത്തിലുള്ള വെള്ളപ്പന്നികൾ അവരുടെ ഗ്രാമത്തിന്റെ വലിയൊരു ഐശ്വര്യം തന്നെയാണ്. ഏതെങ്കിലും ഷോപ്പിന്റെ മുൻപിൽ അതിനെ നിർത്തുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ലക്ക് കിട്ടും എന്നാണ് അവരുടെ വിശ്വാസം. സോ ഈ ഒരു വെള്ളപ്പന്നിയെ വിൽക്കുകയാണെങ്കിൽ ഒരു പ്ലാറ്റിനം കോയിൻ കിട്ടും. സോ അവളാണെങ്കിൽ ആ സന്തോഷത്തിൽ അതിനെ അങ്ങനെ മുകളിലേക്കിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് ഒരു ഷോപ്പിലിരുന്ന ഒരാള് കാര്യങ്ങളെല്ലാം കേൾക്കുകയാണ്. അവൻ ആക്ച്വലി ഒരു കള്ളനാണ്. അത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ കിന്ന് ആണെങ്കിൽ ഷോപ്പിൽ നിന്ന് പണം അങ്ങനെ ഒന്നൊന്നായിട്ട് അടിച്ചു മാറ്റുകയാണ്. പക്ഷെ ആ ഗ്യാപ്പിൽ ഒരുപാട് കോയിൻസ് അവന്റെ കയ്യിൽ നിന്ന് താഴേക്ക് വീഴും. അത് കേട്ട സുന്ദരി ആൻറ്റി സുറു ആണെങ്കിൽ ഇപ്പൊ ഷോപ്പിലേക്ക് ഓടിയെത്തുകയാണ്. ആക്ച്വലി സുറുവും കിന്നും അവർ രണ്ടുപേരും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്. ഒന്നിച്ച് ചെറുപ്പത്തിൽ കളിച്ചു വളർന്നവരാണ് അവര്. സുറു ആണെങ്കിൽ കിന്നിനെ പിടിച്ചു വലിച്ച് പുറഞ്ച അടിക്കുകയാണ്. നിന്നോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് ഇവിടേക്ക് വരാൻ പാടില്ല എന്ന്, എന്നിട്ട് വീണ്ടും നീ ഇവിടേക്ക് വന്ന്
എന്റെ കടയിലുണ്ടായിരുന്ന പണം മുഴുവൻ അടിച്ചു മാറ്റിയല്ലേ. അതിന് കിന്നാണെങ്കിൽ അവളോട് റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് എന്നെ ഒന്നും ചെയ്യരുത്, നിന്റെ ചേട്ടനും ഞാനും നല്ല ഫ്രണ്ട്സ് ആണ്. ആക്ച്വലി എനിക്ക് അത്യാവശ്യമായിട്ട് അല്പം പണം ആവശ്യമായിട്ട് വന്നു, അതെടുക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എത്രയും വേഗം ഞാനിത് തിരികെ തരുമെന്നൊക്കെ പറഞ്ഞ് അവൻ എസ്കേപ്പ് ആവാൻ ശ്രമിക്കും. പക്ഷെ സുറു ആണെങ്കിൽ വിടാതെ അവൻ അറ്റാക്ക് ചെയ്യും. അവളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഞാനും നിന്റെ ചേട്ടനും ഞങ്ങൾ രണ്ടുപേരും ഗാംബ്ലിംഗ് കളിച്ച് തോറ്റു. സോ ഞങ്ങളുടെ രണ്ടുപേരുടെയും കടം തീർക്കാനാണ് ഈ ഒരു തുക. അതിനവളാണെങ്കിൽ കത്തി അവന്റെ കഴുത്തിൽ വെക്കും. അതിനുശേഷം ഓരോ പണവും അങ്ങനെ കറക്റ്റായിട്ട് അവന്റെ കയ്യിൽ നിന്ന് എണ്ണി എണ്ണി മേടിക്കും. ഡ്രസ്സൊക്കെ വലിച്ചൂരി അവന് ജട്ടി മാത്രം കൊടുത്ത് അവിടുന്ന് ഓടിച്ചു വിടുകയാണ്. പക്ഷെ കിന്നിനാണെങ്കിൽ അപ്പോഴും ഭയങ്കരമായിട്ടൊരു സന്തോഷം. കാരണം എന്തോ ഒരു ട്രഷർ അത് അവന്റെ കണ്ണിൽ പെട്ടുകഴിഞ്ഞു. അതേസമയം ഇവിടെ ഓടനാണെങ്കിൽ ഒരാൾ മരിച്ച ഡെഡ് ബോഡിയുടെ തീയ് അതിന്റെ മുകളിൽ കല്ലൊക്കെ കൂട്ടിവെച്ച് ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിക്കുകയാണ്. മരിച്ച ആളുടെ മകനാണെങ്കിൽ ആളുടെ പപ്പയുടെ ആ ഒരു ശേഷിപ്പ് അതെടുക്കാനായിട്ട് അവിടേക്ക് കടന്നു വരും. ഓടനെ കണ്ട് അവരങ്ങനെ ഷോക്കാവുകയാണ്. അത് ഓടനായതുകൊണ്ട് മാത്രം ചുറ്റും ഉണ്ടായിരുന്നവരാരും തന്നെ അവനെതിരെ കംപ്ലൈന്റ് ഒന്നും പറയില്ല. അതേസമയം ഓടന്റെ പപ്പ ഷോഗന്റെ അടുത്ത് ഓടനെ കുറിച്ചുള്ള കംപ്ലൈന്റ്സ് ഒന്നൊന്നായി എത്തിയിരിക്കുകയാണ്. 38 തവണ ഓടൻ ആ ഒരു ഐലാൻഡിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു. 38ാമത്തെ തവണയാണ് അവൻ പുറത്തേക്ക് പോയി തിരികെ എത്തിയത്. അവന്റെ 1ാമത്തെ വയസ്സിൽ ഓടൻ അവനെ നോക്കിയിരുന്ന നാനിയെ അങ്ങനെ തൂക്കിയെടുത്ത് നിലത്തടിച്ചു. 2ാമത്തെ വയസ്സിൽ വളരെ സ്പീഡിൽ ഓടുന്ന 2 റാബിറ്റ്സിനെ ഈസി ആയിട്ട് പിടിച്ചു. 4 വയസ്സിൽ വലിയൊരു കല്ലെടുത്ത് ഒരു പന്നിയെ ഇടിച്ചു കൊന്നു. 6ാമത്തെ വയസ്സിൽ ഗാംബ്ലിംഗ് കളിക്കാനായിട്ട് പോയി. 7ാമത്തെ വയസ്സിൽ അവിടെ ഉണ്ടായിരുന്നവരെ ഗാംബ്ലിംഗ് കളിക്കുന്നവരെല്ലാം ചീറ്റേഴ്സ് ആണെന്ന് പറഞ്ഞ് അവരെ എല്ലാവരെയും അറ്റാക്ക് ചെയ്തു. അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് കുസൃതികളൊക്കെ ഒപ്പിച്ച ഓടനെ വലിയ ശിക്ഷയൊക്കെ കൊടുത്ത് ജയിലിലേക്ക് അയച്ചു. അവിടെ നിന്ന് അവനെ ക്വാറയിൽ ജോലി ചെയ്യാനായിട്ട് അയച്ചു. അവൻ അവിടെ വെച്ച് വലിയൊരു ബിൽഡിംഗ് മാസ്റ്ററായി മാറി. 14ാമത്തെ വയസ്സിൽ വെള്ളത്തിന് കുറവ് വന്ന സമയം അവിടെ ഉണ്ടായിരുന്ന വലിയൊരു അണക്കെട്ട് അത് പൊട്ടിച്ച് ഒരുപാട് പേരെ വെള്ളത്തിൽ മുക്കി. 15ാമത്തെ വയസ്സിൽ ഒരു ടെമ്പിളുള്ള ഭാഗത്തേക്ക് പോയി അവിടെ ഒരു വാർ തന്നെ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് ഇപ്പൊ അവന് 18 വയസ്സായിരിക്കുകയാണ്. ഈ 18 വയസ്സിനിടയിൽ ഓടനെ കുറിച്ചുള്ള കംപ്ലൈൻസ് അതൊരു വലിയ സ്ക്രോളിൽ തന്നെ അവിടെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഷോഗൺ ആണെങ്കിൽ അതെല്ലാം കേട്ട് കൺട്രോൾ പോകും. കൊണ്ട് പറ്റില്ല ഇനിയും ഈ കംപ്ലൈൻസ് ഒക്കെ കേൾക്കാൻ. സോ ഞാൻ നിങ്ങൾക്കൊരു പേപ്പർ തരാം, ഇത് എത്രയും വേഗം ഓടന്റെ കയ്യിൽ എത്തിക്കണം എന്ന് പറഞ്ഞ് ഒരു പേപ്പർ കൊടുക്കുകയാണ്. ആ പേപ്പറിൽ മറ്റൊന്നുമല്ല, ഷോഗണുമായിട്ട് ഇനി ഓടന് യാതൊരു ബന്ധവുമില്ല, എത്രയും വേഗം ഈ ഐലാൻഡ് വിട്ടു പോവുക, അതല്ല എങ്കിൽ മാന്യമായി ജീവിക്കുക, അതായിരിക്കും അതിൽ എഴുതിയിട്ടുണ്ടാവുക. ഇതാ ഇവിടെ ഓടനാണെങ്കിൽ ഡ്രിങ്ക്സും ഫുഡും ഒക്കെ അടിച്ചതിന് ശേഷം ഒരല്പം ഡ്രിങ്ക്സ് ആ കത്തി എരിയുന്ന ബ്രിട്ടനിലേക്ക് ഒഴിക്കുകയാണ്. നീ ഞാനും ഗുഡ് ഫ്രണ്ട്സ് ആയിരുന്നു, ആഫ്റ്റർ ലൈഫിൽ ഇതുപോലെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഡ്രിങ്ക്സ് അടിക്കുമെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ കടന്നു പോകും. ഒരു ഭാഗത്ത് ആ കിന്നാണെങ്കിൽ ആ ഒരു പന്നിക്കുട്ടിയെ സ്വന്തമാക്കി കഴിഞ്ഞു. അവൻ അവരെല്ലാം നൈസായിട്ട് അറ്റാക്ക് ചെയ്ത് താഴെയിട്ട് ആ പന്നിക്കുട്ടിയായി രക്ഷപ്പെട്ടു വരികയാണ്. ഓപ്പോസിറ്റ് ആയിട്ട് ആ ഒരു അപ്പാപ്പൻ ആളാണെങ്കിൽ ഇപ്പൊ നല്ല യങ്ങാണ്. ആളുടെ ഒരുപാട് പണം അത് കിന്ന് അടിച്ചു മാറ്റി. സോ അവനെ ഒരു പാഠം പഠിപ്പിക്കാനായി അവനാണെങ്കിൽ സ്ക്വാഡൊക്കെ എടുത്ത് കിന്നിനെ അന്വേഷിച്ച് വരികയാണ്. ഈ ഒരു ഭാഗത്ത് ആ ഡേഞ്ചർ അവനാണെങ്കിൽ 30 കോയിൻ കൊടുത്ത് ഒരു ജയന്റ് സിൽവർ പാത്രം തന്നെ അടിച്ചു മാറ്റിയിരിക്കുകയാണ്. അവനാണെങ്കിൽ ഭയങ്കര സന്തോഷം. 60 കോയിൻ വാല്യൂ ഉള്ള പാത്രമാണ് അവൻ 30 കോയിന് സ്വന്തമാക്കിയത്. അവനാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് കിന്നിന്റെ അടുത്തേക്ക് വരും. കിന്നാണെങ്കിൽ ആ ലിറ്റിൽ പന്നി അവനെ കാണിച്ചു കൊടുത്ത് മുൻപോട്ടേക്ക് വരികയാണ്. അടുത്ത നിമിഷം അതിന്റെ മദർ പന്നി അത് അവിടേക്ക് വന്ന് ഒരു വില്ലേജ് തന്നെ നശിപ്പിക്കാനായിട്ട് തുടങ്ങും. ജനങ്ങളെല്ലാവരും ഇപ്പൊ കിന്നിനെ ചീത്ത പറഞ്ഞ് ഓരോ ഭാഗത്തൂടെ ഓടുകയാണ്. ആ ജയന്റ് പന്നിയാണെങ്കിൽ ആ ഗ്രാമം മുഴുവൻ നശിപ്പിക്കുകയാണ്. അത് കണ്ട ഓടൻ ഇപ്പൊ കിന്നിന്റെ അടുത്തേക്ക് ചാടി വന്ന് ആ ഒരു പന്നിയെ അവന് കൊടുക്കാനായിട്ട് ആവശ്യപ്പെടും. കൊതിച്ചത് ഓടൻ ആയതുകൊണ്ട് തന്നെ വേറെ വഴിയില്ലാതെ അവർ ആ പന്നിയെ കൊടുക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.